ശ്രീ ജയേന്ദ്രൻ, ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിൻ്റെ വീരശൂര പരാക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ. അയാൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം അയാൾ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ, അതായത് കൂലിത്തല്ലുകാരനാണ് മധു ബാബു. താങ്കൾ പണം എണ്ണിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അയാൾ ഇടിക്കും എന്നാണിപ്പോൾ മനസ്സിലാവുന്നത്. മധു ബാബുവിനെതിരെ SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് പരാതി പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ അയാളെ ഇരുത്തിയിരിക്കുകയാണ്. മധു ബാബു കൃത്യമായിട്ട് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കർ റിപ്പോർട്ട് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, ഇദ്ദേഹത്തെ ഇനി ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടും ഇപ്പോഴും മധു ബാബു ആലപ്പുഴ DYSP ആയി തുടരുകയാണ്. മാത്രമല്ല ഇപ്പോൾ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ, ഇനി ലൈം ലൈറ്റിൽ നിറഞ്ഞ് നിൽക്കാമല്ലോ. ശ്രീ ജയേന്ദ്രൻ, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയല്ലേ ഇത്? ശ്രീ ജയേന്ദ്രൻ, ഇത്തരം ക്രിമിനലുകളായ പോലീസുകാരെ എന്തിനാണ് സേനയിൽ തുടരാൻ അനുവദിക്കുന്നത്? ക്രിമിനലുകളായ പോലീസുകാരുടെ പട്ടിക പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ആഭ്യന്തര വകുപ്പ്. ശരിയാണ്, ചിലരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോഴും കൈക്കരുത്ത് കാണിക്കുന്ന കാപാലികരായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള പോലീസുകാർ തുടരുന്നത് അത് ആഭ്യന്തര വകുപ്പിന് ഭൂഷണമാണോ? നടപടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച ചോദ്യം ഏറ്റവും പ്രധാനമായ സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിലേക്ക് വരാം. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയും ചെയ്യാം. പിന്നെ ഏത് ഭരണകാലത്താണെങ്കിലും ശരി, പോലീസ് മർദ്ദനോപകരണമായിട്ടാണ് ഏത് ഭരണകാലത്തും, അത് ഇപ്പോൾ LDF ആണെങ്കിൽ മുൻപ് UDF ആയിരുന്നെങ്കിലും ഒക്കെ പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ഇന്നത്തെ മുഖ്യമന്ത്രി മുൻപ് MLA ആയിരിക്കുന്ന കാലത്ത് 1977 മാർച്ച് 30 കേരള നിയമസഭയിൽ രക്തം പുരണ്ട ഷർട്ടുമായിട്ട് വന്ന് നടത്തിയ പ്രസംഗമൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിക്രൂരമായ പോലീസ് മർദ്ദനമാണ് പിണറായി വിജയൻ നിയമസഭയിൽ വിവരിച്ചത്. അത് പക്ഷെ അന്ന് ഇതുപോലെ വീഡിയോ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വീഡിയോ സംവിധാനങ്ങൾ ഉണ്ട്. ജനങ്ങൾക്കത് ഇപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്ന പുറത്തു വന്നിട്ടുള്ള വീഡിയോ നൽകുന്ന ഇമ്പാക്ട് വളരെ മോശമാണ്. താങ്കൾ സൂചിപ്പിച്ചത് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് മോശം പ്രതിഷേധം സൃഷ്ടിക്കാനേ അത് ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അനന്തര ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം, പിന്നെ ഇപ്പൊ തണ്ണിത്തോട് ജയകൃഷ്ണന്റെ കാര്യം താങ്കൾ പറഞ്ഞത് 2012 കേസാണ്. ജയകൃഷ്ണൻ തന്നെ ഇന്നലെ 2 ചാനലിൽ പങ്കെടുത്തപ്പോൾ 2 ചാനലും ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ പറഞ്ഞത് അടൂർ പ്രകാശ് നിർദ്ദേശപ്രകാരമാണ് ഈ മധുബാബു എന്ന് CI ആയിരുന്നു അവിടെ കോന്നിയില് മധുബാബു പ്രവർത്തിച്ചത്. പിന്നെ SFI ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശ കോളേജുകളിൽ ഇയാളുടെ ജയകൃഷ്ണന്റെ ഇടപെടലിന്റെ ആ സ്വാധീനം കുറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായെന്ന് പറയുകയും തുടർ നടപടികളിലേക്ക് 2-3 മാസം മുമ്പാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ വിഷയം അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2023 ഏപ്രിലാണ് കുന്നംകുളത്തെ പ്രശ്നം ഉണ്ടാവുന്നത്, ശുചിത്വത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് 2023 മെയ്യിലാണ് ഇന്നലെ ആ 5 ലക്ഷം രൂപ വാങ്ങിച്ച കേസും ഒക്കെ ആയിട്ടുള്ള പീച്ചിയിലെ പ്രശ്നം ഉണ്ടാവുന്നത്. ഒപ്പം തിരുവനന്തപുരത്ത് ഷജീറിന്റെ പ്രശ്നമുണ്ട്. അത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നെ ഒരു മാമുക്കായ കോഴിക്കോട് പ്രശ്നമുണ്ട്. ഇതൊക്കെ 2020 ഷജീറിന്റെ പ്രശ്നം 2017 ഈ മാമുക്കോയുടെ പ്രശ്നം 2023 ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം, ഞാനതിനെ ഈ പ്രശ്നത്തിനെ ന്യായീകരിക്കുകയല്ല കേട്ടോ, അതാ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ഈ വിക്ടിംസ് അപേക്ഷ കൊടുത്ത് അതിന് പുറകെ നടന്ന് ഒരുപാട് സമയങ്ങൾ, മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ചാണ് ഈ വീഡിയോ അവർ വീണ്ടെടുക്കുന്നത്, അവർ മർദ്ദനത്തിനിരയായ വീഡിയോ വീണ്ടെടുക്കുന്നത്. അപ്പോ നമ്മുടെ പ്രതിപക്ഷം, പിന്നെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്ന VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷമാണല്ലോ UDF-ൻ്റെത്. പിന്നെ നമ്മുടെ പൊതുവിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ 2-2.5 കൊല്ലക്കാലം
ഇത് മുഴുവനും തമസ്കരിക്കപ്പെട്ടു, ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. ഇത്രയും കാലം ഈ വിഷയമൊന്നും ചർച്ച ചെയ്യാനോ ഈ ഇരകൾക്കൊപ്പം, ഇവര് ശരിക്കും നിരപരാധികളായ മനുഷ്യരാണ് ഇവരൊക്കെ. മുരളീധരന്റെ കാര്യമൊക്കെ കേട്ടോ, നമുക്ക് ഇയാളെ കിട്ടിയ ഇപ്പൊ പറഞ്ഞ ഡിവൈഎസ്പി ഇല്ലേ, എന്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ മുരളീധരനും കൂടെ ഉണ്ടായി ചെവിക്കൽ നോക്കി രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, എന്ത് ശിക്ഷാനടപടി വന്നാലും. അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള 10 പേര് നിരന്നു നിന്നാൽ തീരാനുള്ള വിഷയങ്ങളുള്ള ഒരുപാട് കേസുകളുണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് പൊതുസമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല, മാധ്യമങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു. ഇപ്പൊ മുരളീധരൻ പറഞ്ഞില്ലേ, ആശുപത്രിയിലടക്കം ഇയാൾ ഈ ഡിവൈഎസ്പി ഇടപെട്ടതിന്റെ ചരിത്രം. പിന്നെ ആലപ്പുഴയിലെ കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഇനി വരാനുണ്ട് എന്നെ ഒരു വിദ്വാൻ കൂടെ വരാനുണ്ട്. ആലപ്പുഴയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയ ഒരു SP ഉണ്ട്, അയാൾ ഇതിനേക്കാളും വേന്ദ്രനാണ് കേട്ടോ. ഇപ്പൊ ഈയിടെ ചേർത്തലയിൽ ഒരു സെബാസ്റ്റ്യൻ, ഒരു സീരിയൽ കില്ലറെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ക്രൈംബ്രാഞ്ച്. ആ കേസ് എന്നോട് ഇയാളുടെ ടീമിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് എന്നോട് 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. 2 ദിവസം പറഞ്ഞ പോലെ ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഇതിന്റെ നിജസ്ഥിതി അവർക്ക് 2 മണിക്കൂർ ഒന്ന് ചോദ്യം ചെയ്യാൻ ചില കക്ഷികളൊന്ന് വിട്ടുകൊടുത്താൽ മതി, തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ SP വഴങ്ങിയില്ല. അയാള് വലിയ ദുസ്വാധീനങ്ങൾക്കും സാമ്പത്തിക സ്വാധീനത്തിനും വഴിപ്പെട്ട് ആ കേസ് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി തീർക്കുകയായിരുന്നുവെന്ന് ആ ടീമിലുണ്ടായ ഉദ്യോഗസ്ഥർ ഇന്നലെ എന്നോട് പറഞ്ഞത്. അതുണ്ട്, പിന്നെ അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല, ഞാൻ നിഷേധിക്കുകയുമില്ല. ഇതൊക്കെ പുഴുക്കുത്തുകൾ തന്നെയാണ്, അതൊരു വശത്ത് നിൽക്കുന്നു. ശ്രീജേന്ദ്രൻ, ഈ മധു ബാബു ഞാൻ മനസ്സിലാക്കുന്നത് 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇതേപോലെ ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ കോടതി അയാളെ ശിക്ഷിച്ചു. അയാൾക്ക് തടവ് ശിക്ഷ അതുപോലെ പിഴയും ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടും ആലപ്പുഴ DYSP ആയി തുടരുകയാണ്. അപ്പോൾ നോക്കൂ, മധുബാബുവിനെ സംരക്ഷിക്കുന്നത് ആരാണ്? താങ്കൾ പറഞ്ഞു ഇപ്പം പ്രതിപക്ഷം എന്തുകൊണ്ട് ഇടപെട്ടില്ല, എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി, എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞില്ല എന്ന ആക്ഷേപങ്ങളൊക്കെ താങ്കൾ ഇവിടെ പറയുകയുണ്ടായി. പക്ഷേ ഇങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരു തല്ലി പൊളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും മധുബാബു CPM-ന് അപ്രമാദിത്വമുള്ള ആലപ്പുഴയിൽ DYSP ആയി തുടരുന്നത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? അതിനെ നമ്മൾ അങ്ങനെ ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഇത്തരം ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ജനറലൈസേഷൻ ആണ്. പൊതുവിൽ നോക്കിയാൽ വസ്തുത അതിലേക്ക് അത് പറയാനുള്ളത്. താങ്കളുടെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് തന്നെ മറുപടി പറയാൻ ഞാൻ പറയേണ്ടതുകൊണ്ട് ഞാൻ അത് പറയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ പോലീസ് സേനയിൽ ഏത് ഉദ്യോഗസ്ഥനുമായിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഈ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ റൂൾസ് 1958 എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പോലീസിൽ. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. എടുപിടിയുന്ന ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്നുള്ള പിന്നെ കൃത്യമായ ഒരു നിയമത്തിനൊരു പരിരക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. പരിരക്ഷയല്ലത്, അത് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അയാളെ ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാലോ ശ്രീ ജയചന്ദ്രൻ? അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണമെന്ന് പത്തനംതിട്ട SP ആയിരുന്ന ഇപ്പോഴത്തെ DIG ഹരിശങ്കർ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ്, നാട്ടുരാജാവായി വാഴുകയാണ്. അല്ല, ഞാനതാണ് പറയുന്നത്. ഈ നമ്മുടെ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നം ഇടാത്ത നിയമസഭാ ചോദ്യം നമ്പർ 112 ടേബിൾ ചെയ്താണ് കേട്ടോ മറുപടി. ആ ചോദ്യം ഇതാണ്: മുൻ സർക്കാരിന്റെ, 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ, ഇത് 3/6/24 അതായത് ജൂൺ 3/24 കഴിഞ്ഞ വർഷം, മുൻ സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം എത്രയാണെന്നും ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമാക്കുമോ? DGPയോടാണ് ചോദ്യം. മറുപടി DGP അസംബ്ലിയിൽ കൊടുത്ത മറുപടി സർക്കാർ വെച്ചതാണ്. ഉത്തരം: മുൻ സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ 25/5/2016 മുതൽ 2/6/2024 വരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ 1073 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ മറുപടി. പിന്നെ മുൻ സർക്കാർ അടുത്ത ഒരു ചോദ്യം കൂടെ: മുൻ സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നും ഇവരുടെ തസ്തിക, ജില്ല ഇതും തിരിച്ച് വ്യക്തമാക്കാമോ? അതിന്റെ മറുപടിയായിട്ടുള്ളത് 2016 മുതൽ 9/6/2024 വരെയുള്ള കാലയളവിൽ ഗുരുതര ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിന്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന്
108 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് തരംതിരിച്ചിരുന്നു പിന്നെ കേട്ടോ. ഈ പറഞ്ഞ പട്ടികയിൽ ഈ 108 പേരുടെ അല്ല മറ്റേത്. അതിൽ രസകരമാണ് ഈ പറയുന്ന കാലയളവിൽ 2016 മുതൽ ജൂൺ 2024 വരെയുള്ള തിരുവനന്തപുരം സിറ്റിയിൽ 47 പേർ നടപടി നേരിടുന്നവർ, കേസിലുള്ളവർ, റൂറലിൽ 108 പേർ, അങ്ങനെ തുടങ്ങി ഓരോ ജില്ലയിലുണ്ട്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് വരുമ്പോൾ 30 പേരേ ഉള്ളത്, റെയിൽവേയുടെ മാത്രം 10 പേരുണ്ട്. അങ്ങനെ തുടർച്ച അതിനൊരു ഈ 1023 പേർക്കെതിരെയുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പലപ്പോഴായി വന്നിട്ടുള്ളതിൽ 108 പേരാണ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ താങ്കൾ മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചിരുന്നു. ഈ നടപടി എടുക്കുന്നത്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥരാണല്ലോ. ടെർമിനേഷൻ ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനുമാണ്. അങ്ങനെ ഗവൺമെന്റാണ് 108 പേരെ പിരിച്ചുവിടുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമില്ല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഡിസിപ്ലിനറി 1958 നിയമം ഉണ്ടല്ലോ, ആ നിയമപ്രകാരം ഇവർ ചെയ്യുന്നത് മുഴുവൻ ശരിയായി കൊള്ളണമെന്നില്ല. എന്നുള്ളതിന് തെളിവാണ് അടുത്ത ദിവസം വന്ന സജിത്തിന്റെ കേസ്. വീഡിയോ പുറത്തു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാർ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു. അതൊരു ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ആണ് ആ കേസ് കടന്നു പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരോടാണ് കേസ് കടന്നു പോകുന്നത്. പക്ഷേ സംഗതി ജനങ്ങൾക്കിടയിൽ വിവാദമാവുന്നു എന്ന് കണ്ടപ്പോഴേക്ക് അനിവാര്യമായി രാഷ്ട്രീയ ഇടപെടൽ, ഗവൺമെന്റ് ഇടപെട്ടു. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഷൻ പുതുതായിട്ട് വരുന്നത്. അല്ല ശ്രീ ജയചന്ദ്രൻ, CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അടി വാങ്ങിയവരെന്ത് ചെയ്യും ശ്രീ ജയചന്ദ്രൻ? അങ്ങനെയുള്ള ഒരുപാട് പേരില്ലേ? അല്ല, ഉണ്ട്. ഈ 1073 ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ബിലാൽ സമദ് അദ്ദേഹത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി നൽകി. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടു ആ അടിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന്. ഇപ്പോഴും കയറി ഇറങ്ങുകയാണ്. ഇടുക്കി SP ഓഫീസിൽ രണ്ട് തവണ പോയി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഇപ്പോഴും ആ അടിച്ചവൻ, ആ തെമ്മാടി പോലീസ്, അയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണെന്നേ. പിന്നെ എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ഇത് കയറൂരി വിട്ട പോലെയല്ലേ? ആഭ്യന്തര വകുപ്പിന് ഒരു കൺട്രോളും ഇല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ കൺട്രോൾ അതല്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷമായ ഉദാഹരണം നോക്കിക്കോളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. താങ്കൾ ഉന്നയിച്ച വിമർശനങ്ങളോട് എനിക്കും 100% യോജിപ്പാണ്. ഞാൻ വിയോജിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ നമ്മുടെ ഇവിടുത്തെ കേസ്, കുന്നംകുളം കേസില് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് സ്വമേധയാ കേസെടുക്കുകയാണ്. കേസെടുത്ത് ചാർജ് ചെയ്യുന്ന വകുപ്പുകളാണ് IPC 232, 233. ബെയർ ഹാൻഡിനാണ് മർദ്ദനം. അത് സ്വമേധയാ കേസെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് സുജിത്തിന്റെ കർണഗുണം അടിച്ച് തകർന്നു എന്നുള്ളത് മെഡിക്കൽ റെക്കോർഡ് സഹിതം അവിടെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത്? സുജിത്തിന്റെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് അയാൾ. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടി എന്താണ് ആ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ചെയ്തതെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ തന്നെ സ്വപ്രയത്നത്താലാണ് ഈ വീഡിയോകളും പുറത്ത് കിട്ടുന്നത് അനിൽ നമ്പ്യാർ. അപ്പൊ ഇനിയും ആ കേസ് തുടർന്ന് നടത്തണമെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഇയാൾ തന്നെ അവിടെ ഹാജരാക്കണം. ഈ മനുഷ്യൻ ദുർബലനായി പോയില്ലേ? എത്രത്തോളം സഹിക്കും? തറയോളം താന്നു, പിന്നെയും ചവിട്ടിത്താക്കുകയാണ്. കോടതി ചവിട്ടിത്താക്കുക എന്നല്ല ഞാൻ പറയുന്നത്. കൂടെ സഹായിക്കേണ്ടവര് സഹായിക്കാതിരിക്കുമ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തപ്പെടുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ കേസിന് അതിന്റെ മേട്ടിൽ കർണപുരം അടിച്ച് തകർത്തു എന്നുള്ള കേസ് ബെയർ ഹാൻഡ്സിനാണ്, ആയുധങ്ങളില്ലാതെ. അതാണ് ആ വകുപ്പിന്റെ പ്രത്യേകത. ലാത്തിയുണ്ട്, അത് വലിയൊരു ആയുധമായിട്ട് കാണുന്നില്ലല്ലോ നിയമത്തിൽ. ചില ഘട്ടങ്ങളിലുണ്ട് ഗൗരിയമ്മയുടെ അല്ല, ലാത്തി ഉപയോഗിച്ച് കണ്ണ് അടിച്ച് പൊട്ടിക്കാം എന്നെവിടെയും പറഞ്ഞില്ലല്ലോ. ലാത്തി ഉപയോഗിച്ച് മുട്ടിന് താഴെ അടിക്കാൻ പാടുള്ളൂ എന്നുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, പോലീസ് റൂൾസില് ആ ബുക്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതാണോ പോലീസ് പാലിക്കുന്നതാ? അല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. പോലീസില് ഇപ്പൊ ഞാനൊരു ഈ ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിലെ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ നടക്കുന്ന 2018 മാർച്ച് 30, പിറ്റേ ദിവസമാണ് ബൈ ഇലക്ഷൻ നടക്കേണ്ട ദിവസം. സഹിച്ചറിയാൻ ഇപ്പോഴത്തെ മന്ത്രിയാണ് മത്സരിക്കുന്നത് ബൈ ഇലക്ഷനിൽ, CPM-ന്റെ നേതാവായിട്ട്. അപ്പൊ ഇലക്ഷൻ തലേ ദിവസം ഒരു ചാനലിൽ നിന്നെ വിളിച്ചത് ചർച്ചയ്ക്ക്. ഉച്ചയ്ക്കാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ
ശ്രീ ഉമ്മൻചാണ്ടി അന്ന് AICC ജനറൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്തു ഹൈക്കമാൻഡ്. ആ വിഷയം ചർച്ച ചെയ്യാനാണ് വിളിക്കുന്നത്. ഓക്കെ, എനിക്ക് കഴിയാവുന്നത്ര മെറ്റീരിയൽ കളക്ട് ചെയ്ത് ഞാൻ റെഡിയായിരുന്നു. തയ്യാറായിരിക്കുമ്പോൾ പിന്നെ അവരുടെ വാഹനം വരുന്നു, ഞാൻ കയറി പോയാൽ മതി. അപ്പോഴാണ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ വിളിക്കുന്നത്. ഒരു മാറ്റമുണ്ട്, ടോപ്പിക് ഒന്ന് മാറുകയാണ്, ഒരു പുതിയ വിഷയം വന്നിട്ടുണ്ട്. ഇതാണ് കെവിൻ കേസ്, കോട്ടയത്തെ ദുരഭിമാനക്കൊലയെന്ന് പിന്നീട് കുപ്രസിദ്ധമായത്. അപ്പൊ അതാണ് ചർച്ചയ്ക്ക്. അപ്പൊ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനിത് കളക്ട് ചെയ്യണം. എന്നാലും കഴിയുന്നത്ര ഞാൻ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആ പോയിന്റാണ് ഞാൻ ചർച്ച ഉന്നയിച്ചതും കേട്ടോ. പിന്നെ കിട്ടിയ ഒരു സംഗതി, ഏറ്റുമാനൂർ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്നിട്ട് അയാളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഏതാ CPM-ന്റെ ഏരിയ സെക്രട്ടറി, ഭരണകക്ഷിയാണ്, അനുവദിച്ചില്ല, അവിടുത്തെ SI. അപ്പൊ ഞാൻ പറഞ്ഞത്, പൊതുപ്രവർത്തകർക്ക് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അത് പിന്നെ BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഏത് പൊതുപ്രവർത്തകർക്കും ഉത്തരവാദിത്തോടെ നാട്ടുകാർക്ക് വേണ്ടി, പരാതിക്കാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനുള്ള അധികാരം ഇല്ലാത്ത നില പോലീസ് സ്റ്റേഷനിലുണ്ട്. അത് മാറണം. ഇത് പിന്നെ ജനങ്ങൾക്ക് പരാതി പറയാനുള്ള സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞതിന്റെ പേരിലൊന്നുമല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ ഒരു മാറ്റം ഉണ്ടായത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുന്ന നിലയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ രാത്രിയോ പകലോ എന്നില്ലാതെ ഏതൊരാൾക്കും ധൈര്യമായി കയറി ചെന്ന് പരാതി പറയാനുള്ള ഇടം തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അത്തരം അത് പരിഗണിക്കേണ്ട ഉദ്യോഗസ്ഥരെ ആ നിലയ്ക്ക് തന്നെ സർക്കാർ കാണും എന്നുള്ള ആ ഒരു മാറ്റം പിന്നീട് ചെറുതായിട്ടാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്ക് ഈ രണ്ടാമത്തെ ടേം പിണറായിയുടെ വരുമ്പോഴേക്ക് പോലീസിന്റെ അധികാര കേന്ദ്രീകരണം കുറെ കൂടെ ശക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ അട്രോസിറ്റീസ് എപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനും, പ്രാദേശികമായ ഒരു രാഷ്ട്രീയ നേതാവിനും ഇടപെടാൻ കഴിയാത്ത വിധം പോലീസ് സ്റ്റേഷനുകൾ അവരവരുടെ ഒരു താവളങ്ങളായി മാറ്റുന്ന കുറെ പോലീസുകാരുണ്ട്. ഈ 1773 പേരിൽ അവരുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ആ ലിസ്റ്റ് പോലീസുകാരെ നിയന്ത്രിക്കാനുള്ള ആർജവം അത് ആഭ്യന്തര വകുപ്പിന് ഉണ്ടാകണം.